ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷംസീറാണ്. നമ്മുടെ ഇൻവിസിബിൾ യൂണിവേഴ്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കാൻ പോകുകയാണ്. നമ്മൾ കൊണ്ടുനടക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, ഇതൊരു അദ്ഭുത ലോകമാണ്. ഒരു കഥ കേൾക്കുന്ന പോലെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് നമ്മുടെ കണ്ണുകളിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കണ്ണ് വെറുമൊരു അവയവമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറയാണത്. നിങ്ങൾക്കറിയാമോ, ഒരു ഡിജിറ്റൽ ക്യാമറയുടെ മെഗാപിക്സലുമായി താരതമ്യം ചെയ്താൽ നമ്മുടെ കണ്ണ് ഏകദേശം 576 മെഗാപിക്സലിന് തുല്യമാണ്. അതായത് ലോകത്തുള്ള ഏത് ഐഫോണിനേക്കാളും സാംസങ്ങിനേക്കാളും ക്വാളിറ്റി നമ്മുടെ കണ്ണിനുണ്ട്. ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് 1 കോടിയിലധികം വ്യത്യസ്ത നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയും. നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ തലച്ചോറിലേക്ക് അയക്കുന്ന ആ വേഗതയുണ്ടല്ലോ, അത് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും. ഇനി അവിടുന്ന് കുറച്ച് താഴേക്ക് വന്നാൽ നമ്മുടെ മൂക്കുണ്ട്. നിങ്ങൾ വിചാരിക്കും മൂക്കിന്റെ പണി ശ്വസിക്കൽ മാത്രമാണെന്ന്, എന്നാൽ അതല്ല. നമ്മുടെ മൂക്കിന് ഏകദേശം 1 ലക്ഷം കോടി മണങ്ങളെ തിരിച്ചറിയാൻ കഴിവുണ്ട്. നമ്മൾ ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ പണ്ട് നടന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നത് പോലെ, ചില മണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോകുന്നത് മൂക്കിന്റെ ഈ കഴിവ് കൊണ്ടാണ്. ഓരോ ശ്വാസവും എടുക്കുമ്പോൾ ആ വായുവിനെ ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരത്തിന് പറ്റിയ ചൂടിലേക്ക് മാറ്റി ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ എയർ കണ്ടീഷണർ കൂടിയാണ് നമ്മുടെ മൂക്ക്. ഇനി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബോസ്, അതായത് നമ്മുടെ തലച്ചോറിനെ കുറിച്ച് പറയാം. വെറും 1.5 കിലോ ഭാരം മാത്രമേ ഇതിനുള്ളൂ എങ്കിലും, ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ വേഗതയിലാണ് നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത്. ഏകദേശം 86 ബില്യൺ ന്യൂറോണുകളാണ് അവിടെയുള്ളത്. നമ്മൾ ജനിച്ചത് മുതൽ ഇന്നുവരെയുള്ള ഓരോ ഓർമ്മകളും അവിടെ സേവ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ചെറിയ വൈദ്യുത പ്രവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ചെറിയ ബൾബ് കത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി നമ്മുടെ തലച്ചോറിൽ നിന്ന് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇനി നെഞ്ചിനുള്ളിലേക്ക് ഒന്ന് നോക്കാം. അവിടെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന നമ്മുടെ ഹൃദയം. നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരു സെക്കൻഡ് പോലും ലീവ് എടുക്കാതെ പണിയെടുക്കുന്ന ഒരേയൊരു മെഷീൻ ഇതാണ്. ഒരു ദിവസം ഏകദേശം 1 ലക്ഷം തവണയാണ് അത് തുടിക്കുന്നത്. നമ്മുടെ രക്തത്തെ ശരീരത്തിലെ ഓരോ കോണുകളിലേക്കും എത്തിക്കാൻ ഹൃദയം കൊടുക്കുന്ന ആ പ്രഷർ ഉണ്ടല്ലോ, അത് വെച്ച് രക്തത്തെ 30 അടി ദൂരത്തേക്ക് വരെ ചീറ്റിക്കാൻ സാധിക്കും. അവിടുന്ന് താഴേക്ക് എത്തിയാൽ നമ്മുടെ വയറിലെ ആ അദ്ഭുത ലോകമുണ്ട്. അവിടെയുള്ള ആസിഡിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഒരു ബ്ലേഡ് കഷ്ണം വിഴുങ്ങിയാൽ പോലും അത് ദഹിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ വയറിനുള്ളിലുള്ളത്. പക്ഷേ ആ ആസിഡ് നമ്മുടെ വയറിനെ നശിപ്പിക്കാത്തത് പ്രകൃതി അതിനൊരു പ്രത്യേക കവചം നൽകിയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കുടലുകൾ. 6 മീറ്ററോളം നീളമുള്ള കുടലുകളാണ് നമ്മുടെ ഈ കുഞ്ഞു വയറിനുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഓരോ അംശവും നമ്മുടെ ജീവനായി മാറുന്നത് അവിടെ വെച്ചാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഓരോ മിനിറ്റിലും നമ്മുടെ ശരീരത്തിൽ 300 കോടി കോശങ്ങളാണ് ചത്തുപോവുകയും പുതുതായി ജനിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ലോകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമല്ലേ? ഈ കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇൻവിസിബിൾ യൂണിവേഴ്സിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഷംസീർ ഇനിയും വരും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.